എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എക്സാം ഒക്കെ തീർന്നല്ലേ? ഇന്ന് ഞങ്ങളൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കേക്കിന് വേണ്ട ഐറ്റംസ് ടൂട്ടി ഫ്രൂട്ടി, അത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ചെറി, കിസ്മിസ്, കാഷ്യൂനട്ട്, ബദാം, പിസ്ത, കറുത്ത ഉണക്കമുന്തിരി, പിന്നെ 2 ഓറഞ്ചിൻ്റെ നീരും വേണം. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ നീരിലെല്ലാം സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയുടെ വീഡിയോ കാണാത്തവർ പോയി കാണുക, ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ ബട്ടർ പേപ്പർ ഇട്ട് കേക്ക് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെറുതെ ഉണ്ടാക്കുമ്പോഴാണ് കുഴപ്പമില്ല. ഇനി 2 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് 1 കപ്പ് ഇട്ടിട്ട് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. 1/4 കപ്പിൽ 2 കപ്പ് ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 കപ്പ് മൈദ ഇടാം. ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതിൽ 1 സ്പൂൺ സ്പൈസസിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട, ജാതിക്കുരു. ഇത് 1 സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ചെത്തിയെടുക്കുമ്പോൾ ഓറഞ്ച് കളറും ഗ്രീൻ കളറും മാത്രമുള്ള ഭാഗം നമ്മൾ ചെത്തിയെടുക്കാൻ പാടുള്ളൂ. വൈറ്റ് ഭാഗം ഇതിൽ പെട്ടുപോയാൽ നമ്മൾക്ക് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എഗ്ഗും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞങ്ങൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്തിട്ടുള്ളൂ. നമ്മൾ മെയിനായിട്ടുള്ള ഒരു ഐറ്റം ഇതിലേക്ക് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്കത് ഒഴിച്ച് കൊടുക്കാം. ഇത് കാരമൽ സിറപ്പാണ്. ഇതാണ് നമ്മുടെ കേക്കിന് ബ്രൗൺ കളർ തരുന്നത്. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച കേക്ക് ട്രേയിലേക്ക് ഇത് ഒഴിച്ച് എയർ ബബിൾസ് കളയാം. ഇനി നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. കുക്കറിൽ ഞങ്ങൾ റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ കേക്ക് ട്രേ വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ കുക്കറ് ചൂടാക്കി വെക്കണം, അതിലേക്കാണ് ഇത് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ബാക്കി വന്ന ബാറ്റർ കൊണ്ട് ഞങ്ങൾ കപ്പ് കേക്ക് ഉണ്ടാക്കി. ഞങ്ങൾക്കിത് വെന്ത് കിട്ടാൻ 55 മിനിറ്റ് എടുത്തു. അപ്പൊ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ളതിലേക്ക് കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം ഞങ്ങൾ എപ്പോഴും ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇടുകയുള്ളൂ. അടുത്ത എല്ലാവരും വീഡിയോയിൽ കാണാം. ബൈ.